ഓഗസ്റ്റ് 8. സർവശക്തനായ ദൈവത്തിൻ്റെ പരിപാലന ഈ പ്രപഞ്ചം മുഴുവൻ്റെയും നിലനിൽപ്പിന് തന്നെ നിദാനമാണ് എന്നാണ് ദൈവവിശ്വാസികൾ വിചാരിക്കുക. കാലത്തിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒന്നായിട്ട് വേണം ദൈവത്തിൻ്റെ ചരിത്രത്തിലുള്ള ഇടപെടലിനെ നമുക്ക് നോക്കിക്കാണാൻ. ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു ഇടപെടലാണോ ദൈവത്തിൻ്റെ എന്ന് പോലും തോന്നത്തക്ക വിധത്തിലാണ് 1170 സ്പെയിനിൽ ജനിക്കാനിടവന്ന ഡൊമിനിക്കിനെ സംബന്ധിച്ച് എൻ്റെ ചിന്ത പോകുന്നത്. ഡൊമിനിക്ക് ഒരു പ്രഭു കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും. ഒരു പ്രഭു കുടുംബാംഗമായിട്ട് അവൻ വളർന്നു വരുന്നു എന്ന് വരികിലും ബാല്യത്തിൽ തന്നെ അവന്റെ മനസ്സിൽ വേദനിക്കുന്ന മനുഷ്യനോടും വിഷമിക്കുന്ന മനുഷ്യനോടും ഒരു പ്രത്യേക അനുകമ്പയും വാത്സല്യവും പ്രകടമായിരുന്നു. പാപങ്ങളോടുള്ള പക്ഷം ചേരലും അനുകമ്പയും അവരിൽ രൂപപ്പെടാൻ ഇടവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവന്റെ അമ്മയുടെ ശിക്ഷണമാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഡൊമിനിക്ക് അങ്ങനെ വളരെ ആഡംബരത്വത്തോടു കൂടിയുള്ള ജീവിത ചുറ്റുപാടിൽ തന്നെ അവൻ ജീവിക്കുകയാണ്. ആ അവസരത്തിലാണ് 12ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ സ്പെയിനിൽ മുഴുവനും ഒരു പഞ്ഞം, ഒരു ദരിദ്രാവസ്ഥ, ഒരു സാമ്പത്തിക മാന്ദ്യം ഇന്ന് നമ്മുടെ ലോകത്തിലെ അനുഭവിക്കുന്ന പോലെ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ളൊരു മാന്ദ്യം സ്പെയിനിൽ മുഴുവനും സംഭവിച്ചു, അനുഭവിക്കാൻ തുടങ്ങി. ഈ അവസരത്തിൽ നമ്മുടെ ഡൊമിനിക്ക് തന്റെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. തന്റെ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികൾ, ദരിദ്രരായിട്ടുള്ള വിദ്യാർത്ഥികളെ എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിനുള്ള ഒരു പരിശ്രമം ഡൊമിനിക്കിന്റെ ജീവിതത്തിൽ നാം കാണുകയാണ്. ആ പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെ അവന്റെ തന്നെ ഉപയോഗ സാധനങ്ങൾ, പഠനോപകരണങ്ങളൊക്കെ ചിലത് വിറ്റ് ആ സുഖവും സൗകര്യങ്ങളും അവനാവശ്യമില്ല എന്ന് ഉള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവ വിറ്റ് കിട്ടിയ പണം പോലും ദരിദ്രരായിട്ടുള്ള സഹപാഠികളെ സഹായിക്കുന്നതിനു വേണ്ടി അവൻ വിനിയോഗിച്ചു എന്ന് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ സമ്പന്നനായിട്ടുള്ള ചുറ്റുപാടാണ് വീട്ടിലെന്ന് വരികിലും ദരിദ്രരോട് വളരെയേറെ അനുകമ്പ കാണിക്കുന്ന ഒരു പ്രകൃതിയായിട്ടാണ് ഡൊമിനിക്ക് വളർന്നു വന്നത്. അവന്റെ യൗവനത്തിലേക്ക്, യുവത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ഒരു സെമിനാരിയിൽ പ്രവേശിച്ച് വൈദികനാകാനുള്ള പഠനം ആരംഭിക്കുന്നു. പഠനം പൂർത്തിയാക്കി അവൻ അഭിഷിക്തനായിട്ട്, കൊച്ചച്ഛനായിട്ട് പ്രവർത്തന രംഗത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഡൊമിനിക്ക് അച്ഛന് മനസ്സിലാകുന്നത് സ്പെയിനിൽ കാര്യം കത്തോലിക്ക രാജ്യമാണ് സ്പെയിൻ എന്ന് വരികിലും ആ രാജ്യത്തിലെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ വളരെ കലുഷിതമായൊരു അന്തരീക്ഷമാണ് നാട്ടിൽ മുഴുവൻ. യഥാർത്ഥത്തിലുള്ള കത്തോലിക്ക വിശ്വാസം ക്ഷയിച്ച് അബദ്ധചിന്തകൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കാൻ പലതരത്തിലുള്ള പാഷാണ്ഡതകൾ ഇന്ന് പിന്നീട് അറിയപ്പെടാൻ ഇടവന്ന പല അബദ്ധധാരണകളും നാട്ടിൽ ഉടനീളം പരന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇത് ഡൊമിനിക്കിന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. കൊച്ചച്ഛനായിരിക്കെ തന്നെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഈ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ചിന്തിച്ച് മനസ്സിൽ രൂപപ്പെട്ട ഒരാശയമായിരുന്നു സന്യാസ സഭകളുടെ സ്ഥാപനം. 3 സന്യാസ സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു. ആദ്യമായിട്ട് സ്ഥാപിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സന്യാസ സഭയാണ്. കാരണം സ്ത്രീകളാണ് പെട്ടെന്ന് ഈ അബദ്ധധാരണയിലേക്ക് ഇരകളായിട്ട് തീരുന്നേ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തലായിരിക്കണം അതിന്റെ പുറകിലെ. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സന്യാസ സഭയ്ക്കാണ് ആദ്യം അദ്ദേഹം രൂപം കൊടുത്തത്. പിന്നീട് അദ്ദേഹം ചിന്തിച്ചു, അവരെ പഠിപ്പിക്കുന്നതിനും ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നതിനും വേണ്ടി പ്രാസംഗികരാകാൻ ഉള്ള ചൈതന്യത്തിൽ വളരാൻ വേണ്ടി ദി ഫ്രയേഴ്സ് ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്തു. പിന്നീട് ആ സന്യാസഭ വൈദിക സന്യാസഭയായിട്ട് തീർന്നു.
മൂന്നാമത്, കുടുംബസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഒരു മൂന്നാം സഭ എന്ന രീതിയിലെ ഒരു സന്യാസ സഭയുടെ ചട്ടവട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഇങ്ങനെ മൂന്ന് തലത്തിലുള്ള സന്യാസഭകളുടെ സ്ഥാപക പിതാവാണ് ഡൊമിനിക്. അദ്ദേഹത്തിന്റെ ജീവിത നൈർമല്യവും തീഷ്ണതയും പാപങ്ങളോടുള്ള പ്രതിബദ്ധതയും ദൈവത്തിനോടുള്ള വിശ്വസ്തതയും ആത്മാർത്ഥമായിട്ടുള്ള ജീവിതശൈലിയും ഒക്കെ ആയിരിക്കാം ദൈവം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വളരെയേറെ അനുഗ്രഹിക്കുകയാണ്. കുറച്ചു കാലത്തിന് ഉള്ളിൽ തന്നെ ഈ 3 സന്യാസഭകളും വളരെയധികം വളർന്ന് വികസിച്ചു. യൂറോപ്പിന്റെ മറ്റ് രാജ്യങ്ങളിലൊക്കെ സ്പെയിൻ വിട്ട് അത് വളരാൻ തുടങ്ങി. നിർണായകമായിട്ടുള്ള സ്വാധീനം യൂറോപ്പിൽ അത് 12-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിലുമൊക്കെ ഇദ്ദേഹം സ്ഥാപിച്ച സന്യാസ സഭകളിൽ കൂടെ അത് നിവർത്തിതമായി എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഡൊമിനിക് പ്രത്യേകിച്ചും മാതൃഭക്തനാണ്. മാതാവിനോട് വളരെയധികം സ്നേഹവും അടുപ്പവും ജീവിതത്തിൽ പുലർത്താനിട വന്ന ഒരു വൈദികനാണ് ഡൊമിനിക്. അതൊരു പക്ഷേ അമ്മയിൽ നിന്ന് കിട്ടിയ ചൈതന്യമായിരിക്കാം. അങ്ങനെ മാതാവിനോടുള്ള തീഷ്ണമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നാട്ടിൽ പടരുന്ന ചിന്താരീതിയുടെ അബദ്ധധാരണകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജപമാല ഭക്തി നാട്ടിലുടനീളം പ്രചരിപ്പിക്കാനിട വന്നു. കൊന്തയുടെ പ്രചാരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളിൽ മുൻപന്തിയിലാണ് വിശുദ്ധ ഡൊമിനിക്. അങ്ങനെ അദ്ദേഹം തന്നെ കൊന്ത ജപിച്ചുകൊണ്ട്, കൊന്ത ജപിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നാട്ടിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ കത്തോലിക്ക സഭയുടെ സംരക്ഷണം ഒരു പരിധിവരെ ഡൊമിനിക്കിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സംജാതമാകാൻ ഇടവന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ വളരെ കാര്യക്ഷമമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഹ്രസ്വമായ ജീവിതം 51-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകവാസം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്കായിട്ട് പോയി എന്ന് വരികിലും താരതമ്യേന ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അദ്ദേഹം വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച്, ത്യാഗപൂർണമായിട്ടുള്ളൊരു ജീവിതം നയിച്ച് ജീവിതത്തിന് വിജയം വരിക്കാനിട വന്ന ധന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിശുദ്ധ ഡൊമിനിക്. ഇദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നാം ജീവിതത്തിൽ മനസ്സിലാക്കി ഏറ്റുവാങ്ങേണ്ട ഒരു വലിയ ആശയം, യഥാർത്ഥത്തിൽ യേശുവിന്റെ ചൈതന്യമനുസരിച്ച് പാവപ്പെട്ടവരോട്, വേദന അനുഭവിക്കുന്ന മനുഷ്യരോട്, വിഷമം അനുഭവിക്കുന്ന മനുഷ്യനോട് ഒരു പ്രത്യേക സഹതാപവും കാരുണ്യവും നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ സൂക്ഷിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാനിടവന്നാൽ ഡൊമിനിക്കിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിൽ നാം പങ്കുപറ്റിയെന്ന് നമുക്ക് ആശ്വസിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനായിട്ട് ശ്രമിക്കാം.